സാധാരണ ഭൂരിപക്ഷമാകാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു ആഘോഷമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര ആഘോഷമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്ന ദിവസം രാവിലെ നമ്മൾ TV ഒക്കെ വെച്ച് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. അപ്പോൾ ആ ലീഡൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മാറിയൊക്കെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ല. ഏകപക്ഷീയമായ വിജയത്തിനൊന്നും നമുക്കത്ര മനസ്സിന് ഒരു സസ്പെൻസ് ത്രില്ലർ കാണുന്നുള്ള ഇതും പ്രതീതിയൊന്നും കിട്ടത്തില്ല. ഇന്നും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമേ തന്നെ കുറച്ച് റൗണ്ടുകൾക്ക് ശേഷം വിജയം ഉറപ്പിച്ചു. അതുപോലെ യുവ പ്രതിയും വിജയം ഉറപ്പിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം നമുക്ക് പറയാനില്ല. വളരെ സന്തോഷം നൽകുന്ന തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങൾ തന്നെ. പഴയ രീതി തന്നെ പിന്തുടരുന്നു. കാര്യം LDFൻ്റെ സീറ്റായിരുന്നു ചേലക്കര, UDFൻ്റെ സീറ്റായിരുന്നു പാലക്കാട്, അതുപോലെ വയനാടും UDFൻ്റെ സീറ്റായിരുന്നു. പിന്നെ വേറെ യാതൊരു മാറ്റമില്ല. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു TV ചാനലുകളുടെ അതിപ്രസരം കൊണ്ട് ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയൊരു ഹൈപ്പ് ഉണ്ടാക്കി വെക്കുന്നതാണ്. പാലക്കാട് ഈ ഇഞ്ചോടിഞ്ച്, ചേലക്കര ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഇതൊന്നും ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ രാഹുലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാതെ, അവർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇത്ര വലിയ ഭൂരിപക്ഷം. ഏകദേശം 20,000 വോട്ടിനടുത്ത്, 12,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല അല്ലേ. അവരുടെ സ്വപ്നത്തിൽ പോലും കാണില്ല ഇത്രയും ഭൂരിപക്ഷം. അതുപോലെ ചേലക്കര ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. 40,000 വോട്ടിനടുത്താണ് കഴിഞ്ഞ നിയമസഭയിൽ വിജയിച്ചത്. അത് 12,000 നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. അതും വൻ വിജയം തന്നെ. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. വോട്ടെണ്ണുന്ന ഓരോ നിമിഷത്തിൽ നമുക്ക് തോന്നി പ്രിയങ്ക ഗാന്ധിക്ക് മാത്രമേ വോട്ടിട്ടുള്ളൂ എന്ന് തോന്നും. അതുപോലുള്ള ഭൂരിപക്ഷമാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ ഭൂരിപക്ഷം കൂടും എന്ന് തന്നെ ഉറപ്പിക്കാം. അത് വോട്ടെണ്ണി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 5 ലക്ഷം 4 ലക്ഷത്തിന് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് യുദ്ധം. പക്ഷേ ഇതൊന്നും അല്ല എൻ്റെ മനസ്സിലുള്ള തെരഞ്ഞെടുപ്പ്. ഈ വോട്ടെണ്ണലിൻ്റെ ദിവസം പണ്ടൊക്കെ ഈ ചാനലുകൾ ഈ വരുന്നതിന് മുമ്പ് നമ്മൾ റേഡിയോ കാത്തിരിക്കുമ്പം ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഈ വാർത്തകൾ വരുന്നത്. ഇപ്പം കിട്ടിയ വാർത്ത എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ സസൂക്ഷ്മം കേട്ടിങ്ങനെ ഇരിക്കും. അത് വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. അതുപോലെ ഈ റോഡിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേനെ ഓരോരുത്തരൊക്കെ ജാഥ വിളിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ കള്ളമായിരിക്കും മിക്കവാറും. അന്നേരം പറയും 10,000 അവർ ലീഡ് ചെയ്ത്, വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ 10,000 20,000 ഒക്കെ ലീഡ് പറയുന്നവരുണ്ട്. അതൊക്കെ കൊച്ചിയിലൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കും. എന്നിട്ട് വീട്ടിലൊക്കെ വന്ന് വോട്ടെണ്ണി പോലും തുടങ്ങി കാണത്തില്ല എന്ന് പറയുന്ന രീതിയുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇലിഫനായി പോകുന്നത്. അപ്പം അതൊക്കെ ഒരു കാലമായിരുന്നു. ഇപ്പം എനിക്ക് ഈ വോട്ടെണ്ണലിൽ എനിക്ക് തോന്നിയത് ഇതിനകത്തൊരു കോമാളി വേഷം കെട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ഡോക്ടർ സാജി ഇച്ചിരി പക്വതയായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്, അറിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലം പോട്ടെ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത് ചിത്രങ്ങൾ പല സ്ഥാനാർത്ഥികളും പറയാം ഞാൻ ജയിക്കുമെന്ന് പറയാം. പക്ഷേ ഇത്ര വോട്ട് എനിക്ക് കിട്ടും, ഇന്നടത്ത് ഇത്ര കിട്ടും, ഞാൻ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിലിൻ്റെ അവിടെ ഇട്ട് പോവും, അവിടെ കൈ കൊടുക്കും എന്നൊക്കെ പുള്ളി ബാലിഷ്യമായ പല പ്രസ്താവനകളും നടത്തി. സത്യം പറഞ്ഞ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വന്നതിന് ശേഷമേ പുള്ളി സത്യം പറഞ്ഞ കോമാളി. അന്നേ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ആവശ്യമില്ലാത്ത കാര്യം പറയേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞു. വോട്ടിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് 1 ലക്ഷം കിട്ടുമെന്നൊക്കെ പറയാം. പക്ഷേ വോട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം അത് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം പെട്ടിയിലായി. വരട്ടെ, കാത്തിരിക്കാം. നല്ല വിജയം നേടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് സാധാരണ സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്. ഞാൻ ഇന്നേ വരെ കണ്ടേക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം പറഞ്ഞേക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ. അവകാശവാദങ്ങൾ ഈ എണ്ണുന്നിടം വരെ അവർ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ ഇത് കടന്നു കൈയായി എന്നെനിക്ക് തോന്നുന്നു. നമുക്ക് അന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സരിൻ പറഞ്ഞൊരു വാർത്താ സമ്മേളനമുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ തിരിച്ചു. അതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ മൊത്തം അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടായിരുന്നു. ഇനിയും എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷം ട്രോളിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. നമുക്കതൊന്ന് കേൾക്കാം. 20,000-ൽ കുറയാത്ത വോട്ടുകൾ LDF
നേടുന്ന തെരഞ്ഞെടുപ്പായി. അപ്പോൾ ഇനി നേരിട്ട് തന്നെ കൈകൊടുക്കൽ ഉടൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. പിന്നെ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാടത്തെ മുൻ MLA യുടെ ഓഫീസായിരിക്കും. കാരണം പാലക്കാടത്തെ മുൻ MLA യിൽ നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ, വീണ്ടും പറയുന്നു നിയോഗിക്കപ്പെട്ടാൽ അത് ഏറ്റുവാങ്ങേണ്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിലൊക്കെ മിനിറ്റ്സ് ബുക്ക് കൈമാറുക എന്ന് പറഞ്ഞൊരു കലാപരിപാടിയുണ്ട്. തരാൻ മിനിറ്റ്സ് ബുക്കൊന്നും ഇല്ല അവിടെ. കാരണം മിനിറ്റ് ചെയ്യാൻ മാത്രം ഒരു പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കാൻ ഞാനൊരു എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പാലക്കാടിൻ്റെ MLA യുടെ ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിൻ്റെ ഓഫീസിൽ ഞാൻ പോകും. UDFിൻ്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഇന്നും നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDFിൻ്റെ ഓഫീസിലേക്കും ഞാൻ പോകും. ഇത് 4 ഞാൻ ചെയ്യും. MP യുടെ ഓഫീസിലേക്ക് ഞാനും MP യുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോടാണല്ലോ ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത്, ഞാൻ നന്ദി പറയേണ്ടത്. അപ്പം നന്ദി പറയേണ്ടവരടുത്തേക്കാണ് ഞാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി പറയാൻ തിരുവനന്തപുരത്തേക്ക് കൂടി പോകണം. ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ടോൺമെൻറ്റ് ഓഫീസ്. ഇനി ഒരു 10 മിനിറ്റ് അപ്പോയിൻമെൻറ്റ് വേണം. പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. ഞാൻ പറഞ്ഞില്ല, അന്ന് പുള്ളി ആലോചിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കില്ല. പക്ഷെ സാധാരണ ആൾക്കാരെല്ലാം സാധാരണക്കാർ വരെ ആലോചിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിന് വിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാവരും കൂടെ അതിനെ ട്രോളി കൊല്ലത്തില്ലേ. ഇപ്പം ഷാഫി പറമ്പിൻ്റെ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പം അവർ കളിയാക്കുന്നതും ഇനി നാളെ ട്രോൾ വീഡിയോ വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സ്ഥാനാർത്ഥി പോലും ഇന്നേ വരെ പറയാത്ത പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ് UR പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രിയങ്ക ഗാന്ധിയൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ഏറ്റവും വലിയ കോമാളിയായ ഒരു വ്യക്തിയായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് സരിൻ എന്ന് പറയുന്ന ഡോക്ടർ സരിൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. കാരണം അനാവശ്യ കാര്യങ്ങളിൽ യാതൊരു കാര്യമില്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ പറഞ്ഞ് എനിക്കിത് കിട്ടും, അത് കിട്ടും, മറ്റേത് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പ്രതീക്ഷകൾ ഒത്തിരി ആകാം. അത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ പ്രചരണത്തിലൊക്കെ ഇരിക്കുമ്പോൾ പറയാം എനിക്ക് ഇത്ര വോട്ട് പിടിക്കും, ഞാൻ വിജയിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ഈ വോട്ടെല്ലാം ഇട്ടതിന് ശേഷം അത് വന്നതിന് ശേഷം അത് യാഥാർത്ഥ്യബോധവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിയുടെ അമിതമായ ആത്മവിശ്വാസം അത് പലപ്പോഴും എനിക്ക് തോന്നി പുള്ളി എന്തുകൊണ്ട് പറയുന്നു. സാധാരണ കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന പലർക്കും അപ്രാപ്യമായ കാര്യമാണ് പുള്ളി പറയുന്നതെന്ന് നമുക്കറിയാം. പിന്നെ പുള്ളി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നതും ഇടതുപക്ഷ നേതാക്കന്മാർ പോലും അത് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. കാരണം അവർക്കറിയാം യാഥാർത്ഥ്യം എന്താണെന്ന്. പക്ഷെ പുള്ളി ഇങ്ങനെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 60,000 കിട്ടും, രാഹുൽ 3-ാം സ്ഥാനത്തേക്ക് പോകും, രാഹുലിന് വോട്ടേ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ സ്ഥാനത്ത് നിന്ന് രാഹുൽ വിജയിച്ച് ചരിത്ര ഭൂരിപക്ഷം നേടുന്നു, പുള്ളി 3-ാം സ്ഥാനത്തേക്ക് മാറുന്നു എന്നൊക്കെ പണ്ട് കഴിയുമ്പോഴേ ഒരു വല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും പുള്ളി ഇപ്പോൾ അല്ലേ. പിന്നെ അതാണ് എനിക്ക് ഇതിന് തോന്നി. അന്നേ ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി ചിരിച്ചതിന് ശേഷം അന്നേരം ഞാൻ വിചാരിച്ചു പുള്ളിക്ക് യാതൊരു കാര്യമില്ല, എന്തിനാവശ്യമില്ലാതെ പിന്നെ ട്രോളിനുള്ള വക പുള്ളിയായിട്ടുണ്ടാക്കി കൊടുക്കുന്നു അല്ലേ. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഡോക്ടർ സരിൻ അറിവുള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്ക് അതിനുള്ള യോഗ്യതയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ എന്തുമാത്രം പുള്ളിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ രീതി സംശയമുണ്ട്. കാരണം ഇച്ചിരിയൊക്കെ പക്വതയും ഒക്കെ വരുത്തേണ്ട സമയമായിരിക്കും. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം രാഷ്ട്രീയത്തിലാണെങ്കിൽ അല്പമൊക്കെ പക്വമായി പെരുമാറുവാനും മറ്റുള്ളവരെ മാന്യമായി പെരുമാറുവാനും എതിരാളിയായിട്ട് കാണുവാനും ശത്രുവായിട്ട് കാണാതിരിക്കാനും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും UR പ്രദീപിനും പ്രിയങ്ക ഗാന്ധിക്കുമെല്ലാം എല്ലാവരും വിജയ അഭിനന്ദനങ്ങളും നേരുന്നു. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.